സോ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത ഒരു മൂവി ആൻഡ് ഐ ഫീൽ ലൈക്ക് ദിസ് മൂവി ഈസ് അണ്ടർ റേറ്റഡ്. കാരണം ഇത് ഞാൻ വാച്ച് ചെയ്തു ആൻഡ് ഈ മൂവിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ലൈക്ക് വലിയ ഹൈപ്പും കാര്യവും ഒന്നും, അല്ലെങ്കിൽ ഈ മൂവിനെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഈ മൂവിൻ്റെ കണ്ടൻറ്റോ ഒന്നും ലൈക്ക് നമുക്കൊരു ഒരു ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ദിസ് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സം ഓഫ് എ ക്രേസി തീം മൂവീസ്, ലൈക്ക് ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്ലോട്ട്സ് എല്ലാം ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഈ മൂവിയുടെ പേരാണ് വലതുവശത്തെ കള്ളൻ. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് ബിജു മേനോനും അതേപോലെ ജോജു ജോർജുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു നായകനോ നായികയോ ഒന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് എ റിവെഞ്ച് ആൻഡ് സസ്പെൻസ് ആൻഡ് ത്രില്ലർ, പിന്നെന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ലൈക്ക് അത് ബിജു മേനോനാണ് നെഗറ്റീവ് റോൾ അഭിനയിക്കുന്നത് ആൻഡ് ജോജു ജോർജ് ഒരു റിവെഞ്ചിനിട്ട് ഇറങ്ങുന്ന ഒരു എത്തിക്കൽ ഹാക്കറായിട്ടാണ് ഇതിനകത്ത് പോകുന്നത്. എത്തിക്കൽ ഹാക്കർ ഒരു ഹാക്കറായിട്ടാണ് പോകുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു സബ്ജക്റ്റുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കൊലപാതകം നടക്കും. ജോർജിൻ്റെ മോളും മരണപ്പെടും. അപ്പോൾ അതിനെ കാരണക്കാരനെ ബിജു മേനായിട്ട് റിവെഞ്ചിന് എടുക്കാൻ പോകും. അപ്പോൾ മോനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ബോക്സിലാക്കി ഹാഫ് ആൻ അവർ 1 അവർ ടൈമിനുള്ളിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ മോൻ മരിച്ചു പോകുന്നതായിട്ടുള്ള സംഭവം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോർജ് സൂയിസൈഡ് ചെയ്യും. അപ്പോൾ ബിജു മേനോന് ഒരു അവസരം മോനെ തപ്പിപ്പോകാനുള്ള ഇൻവെസ്റ്റിഗേറ്റ് ക്ലോസ്. ലാസ്റ്റ് ഇൻ ദ എൻഡ് നമ്മുടെ മോനെ ഉള്ള സ്ഥലം ഏതാണെന്ന് ബിജു മേനോന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായതിനു ശേഷം പുള്ളിക്കാരെ രക്ഷിക്കില്ല. അതിനെക്കുറിച്ച് റീസൺസും അതേപോലെ കാര്യങ്ങളും ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ ബാക്കോട്ടും നമുക്ക് പല കാര്യം ട്രൂത്ത് അൺറിവീൽ ചെയ്യും. കുറേ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് ഈ കഥ പോകുന്നത്. ആൻഡ് ഇൻ ദ എൻഡ് നമ്മുടെ ജോജു ജോർജിൻ്റെ മോളും മരിച്ചു. ജോജു ജോർജിൻ്റെ ഫാമിലി മൊത്തം മരിച്ചു. ബിജു മേനോന് രക്ഷിക്കാതിരിക്കാം അങ്ങനെ ഓപ്ഷനും കൂടി വന്നു. ആൻഡ് ഇറ്റ്സ് ഫീൽ ലൈക്ക് ഇൻ ദ എൻഡ് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആലോചിച്ച സമയത്ത് എനിക്ക് ജയിലറിൻ്റെ ഒരു ടച്ച് അടിച്ചു. ലൈക്ക് ജയിലറിലും സ്വന്തം മോൻ തപ്പിപ്പോകുന്നു, മരിച്ച് അല്ലെങ്കിൽ തപ്പിയിട്ട് പോകുന്നു, റിവെഞ്ച് എടുക്കാൻ പോകുന്ന ഡാഡി, ആൻഡ് അവസാനം സ്വന്തം മോനെ കൊന്നു കളഞ്ഞ നമ്മുടെ ജയിലർ മൂവി. അതിൻ്റെ കോൺസെപ്റ്റാണ് വീണ്ടും നമ്മൾ കൊന്നു കളഞ്ഞു. അതുപോലെ ജയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നല്ല. ബട്ട് ഈ മൂവി കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ട്വിസ്റ്റഡ് പ്ലോട്ട്സ് എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണിത്. ആൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കുക. ഇറ്റ്സ് ജിത്തു ജോസഫ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിച്ചു നോക്ക്. എന്തായാലും ബോറായിരിക്കില്ല. ഐ തിങ്ക് സോ. പുള്ളിക്കാരൻ്റെ അധികം മൂവിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദിസ് മൂവി ഈസ് വെരി അണ്ടർ റേറ്റഡ്. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു കാര്യങ്ങളും ഒന്നും പറയാൻ കേട്ടിട്ടില്ല. ആൻഡ് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തു. അവൻ ട്രെയിനിൽ ബോറടിച്ച് കുത്തിയിരുന്നതുകൊണ്ട് അതിവൻ കണ്ടു. ആൻഡ് അതിവൻ കണ്ടിട്ട് അവൻ എൻ്റെ അടുത്ത് ഈ മൂവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മോസ്റ്റ്ലി എല്ലാ മൂവീസും കാണാറുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പല മൂവീസും പറഞ്ഞു ഇതൊന്നല്ല എന്നിട്ട് ഇവനെനിക്ക് ഫയൽ അയച്ചു തന്നു. എന്നിട്ട് ഞാൻ ഇത് കണ്ടപ്പോഴേക്കും തോന്നി ഇതിനെക്കുറിച്ച് വീഡിയോ എന്തായാലും ചെയ്യാം. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു മൂവി വിത്ത് ട്വിസ്റ്റഡ് പ്ലോട്ട്സ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഞാൻ ഡയറക്റ്റഡ് ആരാന്ന് നോക്കിയപ്പോൾ ജിത്തു ജോസഫാണ് ഡയറക്റ്റ് ചെയ്തത്. സോ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം വരിക. കാരണം ഈ മൂവിയിലെ പ്ലോട്ട്സൊക്കെ അങ്ങനെയാണ് പ്ലോട്ട്സൊക്കെ അങ്ങനത്തെ സംഭവമാണ്. ആൻഡ് നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ബിജു മേനോനായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. ബട്ട് പുള്ളിക്കാരൻ അത്ര നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഐ ഫീൽ ലൈക്ക് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ തെറ്റ് ചെയ്യുന്നവരെ കൂടെ ഒപ്പരം നിൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് പൈസ മേടിക്കുക, പവറുള്ള ആൾ നിൽക്കുക, പൈസ മേടിക്കുക, പവറുള്ള ആൾ നിൽക്കുക, കേസ് ട്വിസ്റ്റാക്കി വെക്കുക. അങ്ങനത്തെ സംഭവങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പൈസയും കിട്ടും. സോ ദ മോന് ഡിസ്കസ്റ്റഡ് ആണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ വെച്ചിട്ട്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ജോർജിൻ്റെ മകളാണെങ്കിലോ, ഈ ക്യാരക്ടറിൽ ജോർജിൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന പുള്ളിക്കാരനാണെങ്കിൽ മറ്റേ റൈറ്റ്സും മറ്റേതും കിട്ടിയതും, അല്ലെങ്കിൽ ബിജുവിനെ ഇൻവെസ്റ്റ് ചെയ്തും ബിജുവിനെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടി നിന്നൊരു മോളും കൂടിയായിരിക്കും. അപ്പോൾ പുള്ളിക്കാരി മരിച്ചു. അപ്പോൾ ബിജു മേനോനാണ് ലാസ്റ്റ് സസ്പെക്റ്റ്. റിവെഞ്ച് എടുക്കാൻ പോയി. ബിജു മേനോൻ ഇപ്പോൾ ഇത് മേലെയുള്ള പോലീസ് ഓഫീസർ അറിഞ്ഞു കഴിഞ്ഞാൽ ജോലി പോകും. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രം മോനെ കണ്ടുപിടിക്കണം. ഓരോ ക്ലൂസ്, ഹിൻസ്, ഓരോ താൻ ചെയ്ത തെറ്റുകളുടെ പുറകിലോട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് മൂവി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു പ്രാവശ്യമെങ്കിലും മിനിമം കാണാം. എങ്ങനെയായാലും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് മൂവി ഐ പേഴ്സണലി തിങ്ക്. നിങ്ങളിനി കണ്ടിട്ട് അഭിപ്രായം പറയും. അത് കുറച്ച് ട്വിസ്റ്റഡ് പ്ലോട്ട്സ് എല്ലാം ഉണ്ട്. ഞാൻ മൊത്തം റിവ്യൂ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ അപ്പുറം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മൂവി കണ്ട ആവശ്യമില്ല. കഥ മൊത്തം അറിഞ്ഞില്ലേ. ബട്ട് പോകുന്നതാണ് നല്ല രസമാണ്. ഇത്രയും അറിഞ്ഞിട്ടാണ് ഞാനും ഇത് കാണാൻ തുടങ്ങിയത്, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം. സോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ് മൂവി. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് സംവാട്ട് ക്രൈസി മൂവി. പിന്നെ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.